സാബു ഒരു ഗംഭീര ടാസ്ക്കാണ് ഡെൻ ടീമിനെ കൊടുത്തത്. അവിടെ മുഴുവൻ ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അവിടെ റൂമാണ് ക്ലീൻ ചെയ്യാൻ പറഞ്ഞുള്ളൂ. സാബു താമസിക്കുന്ന ആ ടണൽ റൂം ക്ലീൻ ചെയ്യാനാണ് സാബു പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ആ വീട് മൊത്തം ക്ലീൻ ചെയ്യുന്ന ഡ്യൂട്ടിയിലായിരുന്നു അർജുനും ജിൻഡോയും. അവർ രണ്ടുപേരും കൂടിയിട്ട് ക്ലീൻ ചെയ്ത് നല്ല പണിയെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നല്ല പണിയെടുത്തിട്ടുണ്ട്. സാബുവിന്റെ ഡ്രസ്സ് മുഴുവൻ അയൺ ചെയ്ത് കൊടുത്തു അർജുൻ. അതിനുശേഷം സാബുവിന്റെ ഡ്രസ്സ് കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം കഴുകി ഉണക്കാനായിട്ട് ഇട്ട് കൊടുത്തു. മൊത്തത്തിൽ ഞെട്ടിച്ച് കളഞ്ഞു എന്ന് പറയാം. അവസാനം റൂം കൊണ്ടുവന്ന് കാണിക്കുന്ന സമയത്ത് ജിൻഡോയാണ് റൂം കൊണ്ടുവന്ന് കാണിക്കുന്നത്. ജിൻഡോന്റെ അടുത്ത് പറഞ്ഞു അടിപൊളി സൂപ്പർ എന്നുള്ള രീതിയിൽ തന്നെ അവിടെ പറഞ്ഞുകൊണ്ട് അവർക്ക് 3 പേർക്കും കോയിൻ കൊടുക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇത് കണ്ടപ്പോൾ അവിടെ ഇത്തിരി വിഷമിച്ചിരിക്കുന്ന പവർ റൂമിലുള്ള അംഗങ്ങളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അവിടെ ഡെൻ റൂമാണ് സ്കോർ ചെയ്യുന്നതെന്ന് പവർ റൂമിൽ ഇരുന്നുകൊണ്ട് അവർക്ക് മനസ്സിലായി. ഡെൻ റൂം ഇത്തിരി പവറാണ് എന്നുള്ളത് പവർ റൂമിലുള്ളവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അവരുമായിട്ടാണ് നമുക്ക് മത്സരം വരുന്നതെങ്കിൽ ആരൊക്കെ മത്സരിക്കണം 3 ആളെന്ന് നമുക്ക് ചിന്തിച്ചിട്ട് വേണം തീരുമാനിക്കാനായിട്ട് എന്ന് അവിടെ ഇരുന്ന് പവർ റൂമിലുള്ളവർ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അത്രയ്ക്കും ഡെൻ റൂം അവിടെ പണിയെടുത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ സെക്യൂരിറ്റി ആയിട്ടാണ് ശ്രീതു നിന്നിരുന്നത്. ശ്രീതു പറയുന്നുണ്ടായിരുന്നു ഇന്നലെയും നമുക്ക് പണി, ഇന്നും നമുക്ക് പണിയെടുത്ത് വയ്യാണ്ടായല്ലേ എന്ന് അർജുന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അവിടെ സെക്യൂരിറ്റി ആയി നിൽക്കുന്നത് കൊണ്ട് ശ്രീധുവിനെ പണി ഉണ്ടായിരുന്നില്ല, ശ്രീധുവിന്റെ സെക്യൂരിറ്റി റോൾ ആയിരുന്നല്ലോ. പക്ഷേ സാബുവിനെ അത് കണ്ടിട്ട് എന്തോ വിഷമം തോന്നിയെന്ന് തോന്നുന്നു. സെക്യൂരിറ്റി ആയിട്ട് ഫുൾ ടൈം ഇവിടെ നിൽക്കണമെന്നില്ല, അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വിട്ടോളൂ എന്ന് അവിടെ പറയുന്നുണ്ടായിരുന്നു ഋഷിയുടെ അടുത്ത്. അങ്ങനെ ഋഷി പിന്നീട് ശ്രീധുവിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവരുടെ കൂട്ടത്തിലേക്ക് വിടുന്നുണ്ടായിരുന്നു. പിന്നെ 3 പേരും കൂടിയിട്ടാണ് വീട്ടിലുള്ള ആ ക്ലീനിങ് ജോലികൾ മുഴുവൻ ചെയ്തിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞു എന്ന് തന്നെ പറയാം. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ അവിടെ ഡ്യൂട്ടികൾ ചെയ്തിരുന്നത്. സാബു അതിൽ ഭയങ്കര ഹാപ്പി ആണെന്നും തോന്നി.